ഹായ് ഫ്രണ്ട്സ്, ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത രീതിയിലെ വർക്കാണ് ഇവിടെ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലത്തെ മണ്ടത്തനങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. അപ്പോൾ എന്താണെന്ന് കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇത് ഒരു വീടിൻ്റെ റൂഫ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ ഏകദേശം 1050 സ്ക്വയർ ഫീറ്റ് ഉണ്ട് റൂഫ് പ്ലാസ്റ്ററിങ് ചെയ്യാൻ. അപ്പോൾ നമ്മളിന്ന് രാവിലെ വർക്ക് വേറെ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞു നമുക്ക് രാവിലെ റൂഫ് ചാന്ത് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ചില വീട്ടുകാർക്ക് അറിയത്തില്ല റൂഫ് ചാന്തിടുന്നത് നമുക്ക് പെട്ടെന്ന് പോയി ചാന്തിടാൻ പറ്റില്ല. കാരണം ഒരു ദിവസം നിന്ന് നമ്മൾ ഹെൽപ്പറെ നിർത്തി ആ തട്ട് കംപ്ലീറ്റും ചിപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത്, അതായത് ഈ ചാന്തൊക്കെ കിടപ്പുണ്ടായിരിക്കും അതെല്ലാം കൊത്തി കളഞ്ഞ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കഴുകി ഇറക്കി ഫുൾ വാട്ടർ ലെവലിന് മട്ടം പിടിച്ച് മണൽ ചാന്ത് എത്ര കൂട്ടാണോ ചാന്ത് ആവശ്യം അതിനുള്ള മണൽ കയറ്റി എന്നിട്ടേ നമുക്ക് തട്ട് ചാന്തിടാൻ പറ്റുള്ളൂ. അപ്പോൾ രാവിലെ ക്ലയൻറ്റ് പറഞ്ഞപ്പോൾ ഞാൻ പറയാം അത് പറ്റില്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് വെച്ചാൽ മൊത്തം ചെയ്യേണ്ട, അവർക്ക് ഇവിടെ ഈ കാണുന്ന പോർഷൻ ഇത്രയും വാട്ടർ ടാങ്ക് വെക്കണം. അപ്പോൾ വാട്ടർ ടാങ്ക് വെക്കാൻ വേണ്ടി ചെറിയ നൈസ് കനത്തിന് പ്ലാസ്റ്റർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവർക്ക് അറിയില്ല, ഇവർക്ക് ഇതിനെക്കുറിച്ച് ഒന്നും അറിയാത്തത് കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. നമുക്ക് ഒരിക്കലും ഈ വാട്ടർ ടാങ്ക് വെക്കാൻ വേണ്ടി മാത്രം കുറച്ച് പോർഷൻ മാത്രം നമുക്ക് ചാന്ത് ചെയ്യാൻ പറ്റില്ല. കാരണം മെയിൻ സ്ലാബ് എപ്പോഴും നമ്മൾ മേളിൽ ചാന്ത് ചെയ്യുമ്പോൾ കംപ്ലീറ്റും ഒരു ദിവസം കൊണ്ട് തന്നെ ഫുള്ളായിട്ട് തീർക്കാൻ നോക്കണം. അല്ലാതെ ഇപ്പോൾ അവർ ക്ലയൻറ്റ് പറയും പോലെ നമുക്ക് കുറച്ച് ഭാഗം മാത്രം ചാന്തിട്ടിട്ട് അടുത്ത ദിവസം ബാക്കിയുള്ളത് ഇടുമ്പോൾ അവിടെ ഉറപ്പായിട്ട് ലീക്കും ഉണ്ടാകും, അവിടെ വെള്ളം കെട്ടി നിൽക്കും. അപ്പോൾ ഞാൻ പറയാതെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ മാക്സിമം പറഞ്ഞു നോക്കി. അങ്ങനെ ചെയ്യില്ല, ഞങ്ങൾ ഇതുവർക്ക് അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, ധൈര്യമായിട്ട് ചെയ്യുക, അത് എനിക്ക് അത്യാവശ്യമാണ്, കുറച്ച് ഭാഗം മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ ക്ലയൻറ്റിന് അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കും. നമ്മൾ പറഞ്ഞ് മനസ്സിലായിട്ടും അവർ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളങ്ങ് ചെയ്തു കൊടുക്കും. പക്ഷേ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഫുള്ള് വാട്ടർ ലെവലിന് മട്ടം എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ആ ഒരു ലെവലാണ് ഇപ്പോൾ ചെയ്യുന്നത്. കാരണം ഞങ്ങൾ ചെയ്യാൻ നേരത്ത് പറഞ്ഞു, ക്ലയൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞു എന്തെങ്കിലും പ്രശ്നം വന്നാൽ വെള്ളം കെട്ടി നിൽക്കുകയെല്ലാം ചെയ്താൽ ഞങ്ങളെ ഒന്നും പറയരുതെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങി. പിന്നെ നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്തിട്ട് ക്ലയൻറ്റ് പറയും പോലെ നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്തിട്ട് നമുക്ക് കാശും മേടിച്ചിട്ട് പോകാൻ പറ്റില്ല. കാരണം അതിൻ്റെ പേരുദോഷം വരുന്നത് ഞങ്ങൾക്കായിരിക്കും. അതുകൊണ്ട് ഞങ്ങളെന്താ ഫുൾ വാട്ടർ ലെവലിന് മട്ടം പിടിച്ച് ഓട് വെച്ച് അവിടെ ആ പോർഷൻ എത്രത്തോളം ചാന്ത് വരുന്നോ ആ ഒരു ലെവലിലാണ് നമ്മളിപ്പം ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന കറക്റ്റ് നമ്മൾ സാധാ ചെയ്യും പോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 4 ചട്ടി മണലിന് 1 ചട്ടി സിമൻറ്റ് ആ ഒരു ലെവലിൽ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വർക്ക് അത് തെറ്റാണെങ്കിൽ പോലും മറ്റുള്ളവരെ അറിയിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇത് കാണുമ്പോൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും വീട് വയ്ക്കുന്നെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഇതൊന്നും ഒരിക്കലും നിങ്ങളെ ഇഷ്ടപ്രകാരം ചെയ്യരുത്. നമ്മൾ വർക്ക് ചെയ്യുന്ന പണിക്കാരുടെ അഭിപ്രായം ചോദിക്കുക. കാരണം അവർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ എപ്പോഴും കുറച്ച് പോർഷൻ മതി, നമുക്ക് ഇത്രയും ചാന്ത് ഇട്ടിട്ട് അടുത്തത് നാളെ ചെയ്യാം എന്ന് ചിന്തിക്കരുത്. അത് കംപ്ലീറ്റും ആൾ കുറവാണെങ്കിൽ ഏരിയ കൂടുതലാണെങ്കിൽ ആൾ അതിനനുസരിച്ച് പണിക്കാരെ നിർത്തി അത് കംപ്ലീറ്റ് ഒരു ദിവസം കൊണ്ട് തന്നെ ഇട്ട് തീർക്കാൻ നോക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇട്ടിട്ട് വർക്ക് ചെയ്തിട്ട് പോകും. നാളെ ഒരു സമയത്ത് അതിൻ്റെ പണി കിട്ടുന്നത് നിങ്ങൾക്കായിരിക്കും, ലാസ്റ്റ് ഇരട്ടി ചിലവായിരിക്കും. കാരണം എവിടെയെങ്കിലും ലീക്ക് വന്നു കഴിഞ്ഞാൽ നാളെ ഒരു സമയത്ത് അതെല്ലാം വയ്ക്കുന്നത് അവിടെ പണി ചെയ്ത മേശിനിമാരെ തലയിലാണ് കൊണ്ട് വയ്ക്കുന്നത്. സാധാരണ ഇപ്പം നടക്കുന്ന സംഭവങ്ങളതാണ്. കാരണം എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വേറെ ആര് ചെയ്താലും അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്ക് വന്നാലും അവസാനം അത് പണി ചെയ്ത മേസ്ത്രിമാരെ തലയിൽ കൊണ്ടുവയ്ക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ റൂഫ് ചാന്ത് ചെയ്യുമ്പോൾ നമ്മൾ ഫുൾ വർക്ക് തീർത്ത് തന്നെ ഇറങ്ങാൻ നോക്കണം. ആളെ നിർത്തി അതിനനുസരിച്ച് ചെയ്യേണ്ട രീതിക്ക് തട്ടൊക്കെ നല്ല ചിപ്പ് ചെയ്ത് നല്ല ലെവലാക്കി ക്ലീൻ ചെയ്ത് വാട്ടർ ലെവലിൽ മട്ടം പിടിച്ച് അത് എത്രത്തോളം ചാന്ത് കനമുണ്ട്, ചാന്ത് കനം കൂടുതലാണെങ്കിൽ അവിടെ കുറച്ച് മെറ്റൽ കോൺക്രീറ്റ് കുഴച്ചിട്ട് ചാന്ത് ഇട്ട് കഴിഞ്ഞാൽ ആ തട്ടിന് ഒരു പ്രശ്നവും വരത്തില്ല. അല്ലാതെ നമുക്ക് വാട്ടർ ടാങ്ക് വെക്കാൻ വേണ്ടി കുറച്ച് പോർഷൻ മാത്രം ഇപ്പം ചെയ്താൽ മതി, ബാക്കി അടുത്ത ദിവസം ചെയ്താൽ മതി, അങ്ങനെ ചെയ്യാൻ ആരും നിൽക്കരുത്. കാരണം ഇത് ഞാൻ ഈ വീഡിയോ കാണുന്ന ക്ലയൻറ്റ്, അതായത് വീട് വയ്ക്കുന്നവർക്കും ഇനി ഇതുപോലെ റൂഫ് ചാന്ത് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന വർക്കുകൾ എല്ലാ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാറുണ്ട്. അത് ഞാൻ ചെയ്യുന്ന വർക്ക് അത് തെറ്റായിട്ടുള്ള രീതിയിലാണെങ്കിലും ഞാനത് അപ്ലോഡ് ചെയ്യാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭാഗത്തുനിന്ന് വരുന്ന തെറ്റ് ഇനി ഉള്ള ആൾക്കാർ, അതായത് ഇപ്പോൾ ക്ലയൻറ്റ് പറഞ്ഞിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്യുന്നത്. ഇത് കാണുന്ന ആൾക്കാർക്ക് കുറച്ചെങ്കിലും മനസ്സിലാക്കണം, അത് അങ്ങനെ ചെയ്യാൻ പാടില്ല,
എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഏത് തരത്തിലുള്ള വീഡിയോ ആയിരുന്നാലും ഞാൻ ഇടുന്നത്, ഞാൻ അത് പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും അവർ പറഞ്ഞതുപോലെ ചാന്തിട്ട് തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ചാന്തിട്ട് തീർത്ത്, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് സമയം മിച്ചമുണ്ട്. അതുകൊണ്ട് നമ്മളത് താഴെ പോയി ഒരു ബാത്റൂം കെട്ടാൻ വേണ്ടി അവിടുത്തെ ബേസ്മെൻറ്റ് കോൺക്രീറ്റും ചെയ്ത് അവിടുത്തെ ഹോളോ ബ്രിക്സ് വെച്ച് ബേസ്മെൻറ്റ് കെട്ടി. ഇതും ക്ലയൻറ്റിൻ്റെ ഒറ്റ തീരുമാനത്തിലാണ് ഈ ഒരു രീതിയിൽ കെട്ടിയത്. അടിയിൽ നല്ല രീതിയിൽ കോൺക്രീറ്റൊക്കെ ചെയ്ത് ബേസ്മെൻറ്റൊക്കെ താത്ത് നമ്മൾ 4 ഇഞ്ചിൻ്റെ ഹോളോ ബ്രിക്ക് പാടെ വെച്ചാണ് നമ്മൾ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ ആരും ഇങ്ങനെ ചെയ്യാതിരിക്കാൻ നോക്കും.